ഞാനൊരു അനസ്തീഷിയോളജിസ്റ്റാണ്. ഞാൻ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ സെലക്ട് ചെയ്ത ക്ലിനിക്ക് ഡെൻസിറ്റി ക്ലിനിക്ക്, കൊച്ചിയിലെ ഡെൻസിറ്റി ക്ലിനിക്കാണ്. എൻ്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. എൻ്റെ എക്സ്പീരിയൻസ് വളരെ നന്നായിരുന്നു. ഒട്ടും പെയിൻ ഉണ്ടായിരുന്നില്ല. വളരെ നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എല്ലാവരും നല്ല പെരുമാറ്റം, എല്ലാം നല്ല ഫ്രണ്ട്ലി ബിഹേവിയർ ആയിരുന്നു എല്ലാവരും. അപ്പോൾ ഇനി നല്ലൊരു റിസൾട്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ടോട്ടലി റെക്കമെൻഡ് ദിസ് ക്ലിനിക് ടു എവ്രി വൺ. എൻ്റെ സർജറി ചെയ്തത് ഡോക്ടർ ഗജാനൻ ആനന്ദാണ്. അദ്ദേഹം വളരെ നന്നായിട്ടായിരുന്നു, വളരെ പെട്ടെന്നായിരുന്നു സർജറി ചെയ്തത്. ടോട്ടലി റെക്കമെൻഡ് ചെയ്യും. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നാസർ സുരേഷ്. ഞാൻ ഏകദേശം ഗ്രേഡ് 6 ബ്ലൈൻഡ്നെസ്സിൽ ആളായിരുന്നു. ഏകദേശം കഴിഞ്ഞൊരു 10-20 വർഷത്തോളമായിട്ട് എൻ്റെ മുടി നന്നായിട്ട് പൊഴിഞ്ഞുണ്ടായിരുന്നു. ആ ഇടക്കാണ് എൻ്റെ ഒരു കസിൻ ഡെൻസിറ്റി ആയിരുന്നു. ആൾ ഗ്രേഡ് 7 ആയിരുന്നു. ആളുടെ കൂടെ HDC-ആണ് ആളെ ബൈസ്റ്റാൻഡറായിട്ട് വന്നത്. പുള്ളിക്കാരൻ്റെ കൂടെ വന്നപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും വളരെ നല്ല സപ്പോർട്ടീവായിരുന്നു. അതിനുശേഷം ഞാനും ചെയ്യാൻ തീരുമാനിച്ചത്. എനിക്ക് ഏകദേശം 5000 ഗ്രാഫ്റ്റാണ് വേണ്ടി വന്നത്. അത് എൻ്റെ ഫ്രണ്ട് ഏരിയയിലും അതുപോലെ തന്നെ കുറച്ച് ക്രൗൺ ഏരിയയിലും, ഈ 2 ഭാഗത്തായിരുന്നു എനിക്ക് ആവശ്യമുള്ളത്. എനിക്ക് ഏകദേശം ഒരു 4500 ഗ്രാഫ്റ്റ് എൻ്റെ ബാക്കിൽ നിന്ന് എടുത്തു. 500 ഗ്രാഫ്റ്റോളം കുറച്ച് എൻ്റെ താടിൻ്റെ വെള്ളം എടുത്തിട്ടാണ് ഫില്ല് ചെയ്തത്. എനിക്ക് ഏകദേശം ഒരു 4 മാസം ആയപ്പോഴേക്കും അത്യാവശ്യം തിരക്കിടില്ലാത്ത നല്ല റിസൾട്ട് വന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 12 months ആയിരുന്നു. 1 വർഷം കഴിഞ്ഞു. വളരെ നല്ല റിസൾട്ടാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇതുപോലെ ഈ വിഷമിക്കുന്ന ആൾക്കാർക്ക് വളരെ ധൈര്യമായിട്ട് ഇവിടെ വരാം. ഡോക്ടർ വിക്രം സിംഗിൻ്റെ നേതൃത്വത്തിലാണ് ഞാൻ HDC ചെയ്തത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്, ടെക്നീഷ്യൻസ് ആണ്, ഡോക്ടേഴ്സ് ആണ്. എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ആ മീറ്റിൽ കിട്ടും. വളരെ നല്ല ഒരു HDC തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് ഗിരീഷ് എന്നാണ്. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. 28ാമത്തെ വയസ്സിന് ശേഷം എനിക്ക് ഹെയർ ഫോൾ വളരെയധികം കൂടുതലായിരുന്നു. അങ്ങനെ സത്യനാരായൺ ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരിയിൽ സത്യനാരായൺ ചേട്ടനുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ശേഷമാണ് ഡെൻസിറ്റിയെ പറ്റി ഞാൻ അറിയുന്നത്. ഇന്ന് എൻ്റെ സർജറിയാണ്. ഗജാനൻ ഡോക്ടറാണ് എന്നെ കൺസൾട്ട് ചെയ്തിരിക്കുന്നത്, സർജറി ചെയ്യുന്നത്.